അവസാനം തോൽവിയുടെ കാരണം CPM-ന്റെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിനയമില്ലാത്തതാണ് തോൽവിയുടെ കാരണം. അതുകൊണ്ട് നിങ്ങൾ കുനിതനാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാര ഭാഷയിലും ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നത് അത്ര ശരിയല്ല. സംസാര ഭാഷയിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് ചോരട എന്ന് പറഞ്ഞ പോലത്തെ ലൈൻ ഇനി വേണ്ട എന്നാണ്. അത് നിർത്തിയിട്ട് അങ്ങയുടെ ഭവനത്തിലെത്തി അങ്ങയുടെ കുടുംബാംഗങ്ങളോട് ചോദിച്ചാലും എന്ന് പറയേണ്ടി വരും. അല്ല, വ്യക്തികൾ ചേർന്നതാണ് പാർട്ടി. അപ്പോൾ വ്യക്തികളുടെ കുഴപ്പമല്ല, വ്യക്തികൾ ചേർന്ന പാർട്ടിയുടെ കുഴപ്പമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും ഈ പറയുന്ന റഹീമും ഒക്കെ വ്യക്തികളാണ്, സ്വതന്ത്ര വ്യക്തികളാണ്. ഇവരാരുടെയും കയ്യിലിരിപ്പ് കൊണ്ടല്ല പാർട്ടി തോറ്റത്. ഈ വ്യക്തികൾ ചേർന്ന ഒരു കൂട്ടമായി അതിന് നമ്മൾ CPM എന്ന് പേരിട്ട ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ അസ്തിത്വത്തിൽ നിന്ന് ഉയർന്നു വന്ന ആവിഷ്കാര ചിന്താഗതികളിൽ നിന്നാണ് ഈ കുഴപ്പം വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് പ്രശ്നം വന്നിരിക്കുന്നതാണ് നമ്മുടെ താത്വികാചാര്യൻ കൂടിയായിട്ടുള്ള MA ബേബി പറഞ്ഞു. കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു താത്വിക സംഭാഷണം ഇന്നലെ നമുക്ക് രാത്രി കേൾക്കാൻ കഴിഞ്ഞു വൈകുന്നേരത്ത്. അപ്പം നമ്മളൊക്കെ ഈ ന്യൂ ഇയർ ആകുമ്പോൾ ഒരു പുതിയ റെസൊല്യൂഷൻ എടുക്കാറ്. എന്താ, നാളെ മുതൽ ഞാൻ രാവിലെ എണീക്കും, രാവിലെ 5 മണിക്ക് എണീക്കും, എന്നിട്ട് നടക്കാൻ പോവും, ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തും, വൈകിട്ടുള്ള മദ്യപാനം അവസാനിപ്പിക്കും, നാളെ തൊട്ട് ഞാൻ നല്ലവനാകും എന്നാണ് നമ്മളുടെ ഒരു തീരുമാനം. നമ്മളൊരു തീരുമാനം അങ്ങോട്ട് എടുത്ത് നമ്മളതിങ്ങനെ പിടിക്കും. നാളെ പോലെ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവർ നന്നാകാൻ പോവാണ്. നാളെ തൊട്ട് നന്നാകുമോ എന്ന് ചോദിച്ചാൽ നാളെ നന്നാകുകയില്ല. ഞങ്ങൾ ആ വിശാല സംഗമം സംഘടിപ്പിക്കുന്നു, വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം. അത് ഉടനെ ഇല്ല കേട്ടോ, സെപ്റ്റംബറിലാണ്. അത് ഞങ്ങൾക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഓണം വരെയെങ്കിലും പിണറായി വിജയനെയും MV ഗോവിന്ദനെയൊക്കെ അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരുത്താൻ വേണ്ടിയായിരിക്കും. ഈ ഓണം കൂടെ ഉണ്ടിട്ട് ഈ അണികളുടെ കയ്യിലിരിക്കുന്ന അത്യാവശ്യം വരുന്ന നല്ല വാക്കുകൾ, ചിന്താഗതികൾ കേട്ട് മടുത്ത് ഇവർ തന്നെ കളഞ്ഞിട്ട് പോവോ, അതോ ഇത് ഇവരെ പുറത്താക്കേണ്ടി വരുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. സെപ്റ്റംബറിലേ ഉള്ളൂ. ബംഗാളിൽ ഓഗസ്റ്റിലുണ്ട്. കാരണം ബംഗാളിൽ ഓണമില്ലല്ലോ. അതുകൊണ്ട് ബംഗാളിൽ ഈ വിശാല സംസ്ഥാന കമ്മിറ്റി ബംഗാളിലേത് ബംഗാൾ വിശാല സംസ്ഥാന കമ്മിറ്റി കൂടാതെ അവിടെ ആളാരെങ്കിലും ഉണ്ടോ? സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഈ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന പോലൊക്കെ തന്നെ ഒരു സംഗതിയാണ് ഇതും. അതെ. എന്താണെങ്കിലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം വളരെ രസകരമായിരുന്നു. അതായത് ഇപ്പം പ്രവർത്തകർ, ഈ CPM-ന്റെ പ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും CPM നേതാക്കളാണെന്ന് കരുതി ഈ പ്രവർത്തകർക്ക് അർഹമായ സ്ഥാനം കിട്ടാതെ പോകുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം തിരിച്ചു. പ്രസക്തമായ ചോദ്യമാണത്. കാരണം നേതാവ് സ്ഥാനം ഒഴിയുമ്പോൾ ഭാര്യയും മക്കളെ എന്നുള്ളത് തന്നെയാണ്. ഇതിനെയാണ് പണ്ട് കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഈ പിന്മുറക്കാരാണ് അത് ഒരു കുടുംബാതിഥ്യം നടത്തുകയാണെന്ന് ആരോപിച്ചത് ഇവർ തന്നെയാണ്. അത് വിവാഹം കഴിച്ചുകൊണ്ടല്ലേ ഭാര്യ ഉണ്ടായതെന്ന് കണ്ടു ചോദിച്ചു. അങ്ങനെ ചോദിച്ചു, വിവാഹം കഴിച്ചുകൊണ്ടാണല്ലോ ഭാര്യ ഉണ്ടായത്. എന്തായാലും പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർ അർഹതപ്പെട്ട പ്രവർത്തകരാണ്. അവരിപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടുത്ത ബന്ധുവാണെന്ന് കരുതി അവർക്ക് നമ്മൾ അവസരം നിഷേധിക്കാനേ പാടില്ല. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 മന്ത്രി എന്നൊക്കെയുള്ള ഒരു ഇതിലേക്കാണ് അവർ പോകുന്നത്. പിണറായി സംസ്ഥാന സെക്രട്ടറി ഭാര്യ മന്ത്രിയാവാൻ പോകുന്ന എന്ന് കരുതിയിരുന്നു. അതുപോലെ ഒരു വീട്ടിൽ മുഖ്യമന്ത്രിയും മന്ത്രിയും. അതെ, അതൊന്നും നമുക്ക് വിഷയമല്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട. ഗോവിന്ദൻ്റെ കാര്യത്തിൽ ഇത് വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല. മരുമകനെ അതും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തു, പൊതുമരാമത്ത് പ്ലസ് ടൂറിസം. അപ്പം അത് കൊടുത്ത് മരുമകനെ മന്ത്രിയാക്കി. അപ്പം എന്താണ് അതിന് പറഞ്ഞ കാരണം ഇത് തന്നെയാണ്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആൾ പിണറായിയുടെ മരുമകനായത് ഇപ്പോഴാണ്. അദ്ദേഹം താഴെ തട്ടിന്ന് പാർട്ടിയിൽ പ്രവർത്തിച്ച് അധ്യക്ഷനായിട്ടൊക്കെ വന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെറിറ്റിനനുസരിച്ചാണ് ഞങ്ങൾ കൊടുത്തത്. അയാൾ വേറൊരു വീട്ടിൽ നിന്ന് വന്ന് പിണറായിയുടെ മകളെ കെട്ടിയതാണ്. അപ്പം പക്ഷേ എങ്കിൽ പോലും CPM-ന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ഒന്നും പാടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം അണികൾക്കോ അല്ലെ പ്രവർത്തകർക്കോ സമൂഹത്തിനോ സംശയം ജനിപ്പിക്കുന്നതായി ഒന്നും ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരു ചട്ടമല്ല എന്നൊരു ഇതുകൂടി കീഴ്വഴക്കം കൂടി ഈ CPM-ന്റെ ഇതിലുണ്ട്. പക്ഷേ പിണറായി വിജയൻ അത് ചെയ്തപ്പോൾ ആർക്കും എതിർക്കണ്ടായിരുന്നു. അല്ല, മാത്രമല്ല ഈ പിണറായി വിജയനും ഗോവിന്ദനൊക്കെ ആര് തിരുത്തും? അതെ, ആരാണ് തിരുത്തുന്നത്? ഈ പ്രത്യേക വിശാല സംസ്ഥാന സമിതി യോഗം കൂടുമ്പോഴും അവിടെ വാഴ്ത്തുപാട്ടാവാനേ സാധ്യതയുള്ളൂ. ബൂർഷ മാധ്യമങ്ങളും വലതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ നേതാവിനെ കുടുംബത്തിനെ കൊല്ലാൻ നോക്കുന്നതെന്നായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ പ്രമേയം പാസ്സാക്കി പിരിയാൻ തന്നെയാണ് സാധ്യത. പിന്നെ BDSS സംഘത്തിന് നല്ലതാണ്. കാര്യം ഇവരൊക്കെ ആ കസേര തന്നെ ഇരിക്കുന്നതാണ്
അവർക്ക് നല്ലത്. വ്യക്തികളുടെ വീഴ്ച പാർട്ടിയുടെ വീഴ്ചയായിട്ട്, വ്യക്തികളുടെ വീഴ്ച നമ്മൾ കണക്കെടുക്കരുത്, പാർട്ടിയുടെ വീഴ്ചയായിട്ട് തന്നെയാണ് നമ്മളത് കാണേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ പിണറായിയും എം വി ഗോവിന്ദനും അടങ്ങുന്ന നേതൃത്വമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ പരാജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചത് എന്ന് പറയേണ്ടതിന് പകരം അതിനകത്ത് അത് അണ്ടർസ്റ്റുഡാണ്, അന്തർലീനമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും തന്നെയാണ് ഇതിന് കാരണം. സംസാരിച്ച് കുളമാക്കിയതും പ്രശ്നം ഉണ്ടാക്കിയതും അപമര്യാദ പെരുമാറിയൊക്കെ ഇവർ രണ്ടും കൂടെ തന്നെയാണ്. ഇവർ രണ്ടും തന്നെയാണ് ഇതിന് കാരണം. പക്ഷേ അവർ വ്യക്തികളല്ല, അവർ പാർട്ടിയാണ്. അവർ വ്യക്തികളല്ല, പാർട്ടിയുടെ ഭാഗമാണ്. വ്യക്തികൾ ചേരുന്നതാണ് പാർട്ടി. അപ്പോൾ കുഴപ്പം ആരുടെയാണ്? അപ്പോൾ പാർട്ടിയുടെയാണ്. പ്രശ്നം ശരിക്കും ആരുടെയാണ്? അത് പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയാണ്. അപ്പോൾ അവരെന്താണ്? അവർ വ്യക്തികളാണ്. അപ്പോൾ പാർട്ടി എന്താണ്? ഇത്തരം വ്യക്തികൾ ചേർന്നതാണ് പാർട്ടി. ആ പാർട്ടിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. എന്നാൽ പിന്നെ പാർട്ടി അങ്ങ് പിരിച്ചു വിട്ടാൽ പോരെ. അപ്പോൾ എന്താണെങ്കിലും മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ നേതാക്കളുടെ പെരുമാറ്റം വളരെയധികം കഠിനമായിരുന്നു. വിനയത്തോടു കൂടി പെരുമാറണം, വിനയത്തോടു കൂടി ആൾക്കാരുടെ പെരുമാറണം. ഇപ്പം ക്ഷമാപൂർവമായി നമ്മുടെ ജനങ്ങൾ പറയുന്നത് നമ്മൾ ക്ഷമാപൂർവം കേട്ട് ക്ഷമയോടെ അതിന് മറുപടി നൽകണം. അങ്ങനെ മറുപടി നൽകിയ ആളാണ് പിണറായി വിജയൻ. അതാണ് സഖാവിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദനടാന്ന് പറഞ്ഞ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അതാണ്. അപ്പം ഇത്തരം ക്ഷമകളാണ് നമുക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ നമുക്ക് എക്കാലവും പ്രതിപക്ഷത്തിരിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇത്തരം ക്ഷമകളല്ല. കഴിഞ്ഞ ദിവസം ഇത് കൂടാതെ DYFI കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ പറഞ്ഞത് പൊതിച്ചോറ് കൊടുപ്പാണ് DYFIയുടെ ജോലി ചെയ്യുന്നത്. അതെ, എല്ലായിടത്തും പൊതിച്ചോറെന്നാണല്ലോ പറയാറുള്ളത് അവര്. ഇത് തന്നെയല്ലേ ജി സുധാകരൻ ചോദിച്ചത്. അതെ, ഇവന്മാരെ ആരാടാ ഇതിനകത്ത് പാചകം ചെയ്യാൻ കയറ്റിവിട്ടത്? ഇവന്മാർക്ക് എന്താ ഇവിടെ അവകാശം എന്ന് ചോദിച്ചു. ഇവന്മാർ എവിടെയെങ്കിലും ചെന്നൊരു പൊതിച്ചോറും മേടിച്ചുകൊണ്ട് വന്ന്, ഇവന്മാരും ഉണ്ടാക്കുന്നതല്ല, അവർ പുറത്തു നിന്ന് എവിടെന്നെങ്കിലും ചെന്ന് ഏതെങ്കിലും വീടുകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ട് കൊടുക്കുന്നു. അത് നല്ല കാര്യം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ട് കൊടുക്കാൻ കുറച്ച് സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ. അത് വളരെ നല്ല കാര്യം. പക്ഷേ ഇത് പൊതിച്ചോറി മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് പൊതിച്ചോറ് കൊടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കച്ചവടം, ലഹരി കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാർ MDMA കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് കൂടാതെ ഇവരങ്ങ് ആലസ്യത്തിലേക്ക് പോയി. സമരമില്ല, ഈ പുരുഷന് യുദ്ധമില്ലെന്ന് പറഞ്ഞു. അല്ല, വല്ലപ്പോഴും പേരദോഷം ഒഴിവാക്കാൻ വേണ്ടി രാജ്ഭവന് മുന്നിൽ ചെന്ന് ഒരു സമരം നടത്തും. ചെറുതായിട്ട് അവിടെ നിന്ന് മറ്റേ വാട്ടർ ക്യാനം വെച്ച് അങ്ങനെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഒന്ന് ഒച്ച വെച്ച് ഞങ്ങളെ ഉണർത്താൻ MA റഹീമിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഇംഗ്ലീഷും പറഞ്ഞ് പല പല രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിക്കുകയാണ്. അവിടുത്തെ നാട്ടുകാരല്ല ഇയാൾ ഇംഗ്ലീഷ് കേട്ട് ഇത് എവിടെ നിന്ന് വന്നടാ, ഇത് കാട്ടുഭാഷ ഏതാണ് ഇതെന്ന് വിചാരിച്ച് അവരിങ്ങനെ നിൽക്കുകയാണ്. കാരണം ക്യാൻ യു എന്ന് മാത്രം ആണ് പറയുന്നത്. അപ്പോൾ ആ വഴിക്കും അദ്ദേഹത്തിനിട്ടും കൊട്ട് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും CPM എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അത് CPM ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചു വന്നു. അതെ, പ്രചരണത്തിൽ പാളിച്ചു വന്നു. അതെ, അതും ചോദ്യമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചു വന്നു, പ്രചരണത്തിൽ പാളിച്ച വന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എം വി ഗോവിന്ദൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ഒരു പാളിച്ച. പ്രചാരണത്തിൽ പാളിച്ച വന്നു എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ മറ്റാരെന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ തലയാണ് പ്രചരണത്തിലെ പാളിച്ച. പക്ഷേ ഇതെല്ലാം പാർട്ടിയുടെ കുഴപ്പമാണ്. നമ്മൾ പറയാറില്ലേ, പാർട്ടി എന്ന് പറഞ്ഞ ഇടയുള്ള വിദൂരതയിൽ നിൽക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ ഈ KK രാഗേഷിനെതിരെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഒരു പരാതിയും KK രാഗേഷിനെതിരെ കിട്ടിയിട്ടില്ല. കണ്ണൂരിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ശരി, ശരിക്കും വെള്ളപൂശി MA ബേബി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മാത്രം തള്ളിക്കളഞ്ഞിട്ടില്ല. നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി വെച്ച് നോക്കിയാൽ നേതൃമാറ്റം ഉണ്ടാകാതിരിക്കാം. പണ്ടത്തെ കാലാവസ്ഥാ നിരീക്ഷണം പോലെയാണ്, മഴ പെയ്യാതിരിക്കാം എന്ന് പറഞ്ഞ പോലെയാണ്. അത് മാത്രം തന്നെ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും ചർച്ചയ്ക്ക് വരിക. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓണത്തിനോട് ഇവിടെ ഇരുന്നോട്ടെ, അത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പറഞ്ഞു വിടാമെന്ന് കരുതിയാണ്. ഓണം കൂടി ഉണ്ട്. അതെ, ഓണം എന്ന് പറയുന്നത് അടുത്ത മാസം ഏറ്റവും ഒടുവിലെങ്ങാണ്ട. അതെ. അപ്പോൾ അതിനു മുമ്പ് ഈ അടിയന്തരമായിട്ട് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ഇവർ ചേരേണ്ടതായിരുന്നു. പക്ഷേ അത് ചേരാൻ പോകുന്നില്ല. എന്നാലും ഓണം വരെ പ്രതിപക്ഷ നേതാവും സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിട്ട് പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ ഇരുന്നോട്ടെ എന്ന് കരുതിയാവാം. എന്താണെങ്കിലും ഒരു കാര്യം തീർച്ച, നമ്മളിവിടെ നാട്ടിലെ ഈ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പറഞ്ഞ വിഷയം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയും പറയുന്നത്. പക്ഷേ അവിടെ അവരപ്പോൾ 2 വ്യക്തികളെ ചേർത്തൊരു പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരണം ഈ 2 പേർക്കെതിരെ യാതൊരു പരാമർശവും വരുന്നില്ല എന്നുള്ളതാണ് സാധ്യതയെ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത്
എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. കാരണം പിണറായി ഭക്തരാണ് മുഴുവൻ. അതെ. ആരും പിണറായിയെ ഭയന്ന് ഒരു വാക്ക് പോലും പറയില്ല. പറയാൻ എന്ന് കരുതി പുറത്തൊക്കെ പറഞ്ഞൊക്കെ നോക്കിയ ആളായിരുന്നു നമ്മുടെ MP ജയരാജൻ. അയാളെ അവിടെ തന്നെ അടിച്ചിരുത്തുകയും ചെയ്തു. EP വല്ലതും പറഞ്ഞ് ഇപ്പം അതിന് പ്രതികരണമില്ല. അതെ, EP-യും ശൈലജയും ശ്രീമതിയും ഒന്നും പറഞ്ഞതിനൊന്നും പ്രതികരണമില്ല. അപ്പോൾ ഇവരെ എത്രയും പെട്ടെന്ന് ഇമാതിരി ഭാരവാഹിത്വങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ആയിരിക്കും അടുത്ത ശ്രമം ഉണ്ടാവുക. എന്താണെങ്കിലും പാർട്ടി നന്നാവാനുള്ള ശ്രമം ഒന്നും ഇല്ല എന്നുള്ളതാണ് MA ബേബിയുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.